ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ജാനുവരി 8. നമുക്ക് വേക്കൻസികളൊക്കെ B2 വിസയുടെ കൺസ്ട്രക്ഷൻ മേഖലയിലെ വേക്കൻസികളൊക്കെ നമ്മൾ നേരത്തെയും കുറേ ബയോഡേറ്റകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ബയോഡേറ്റ തരാനുള്ളവർ ഞാനൊന്ന് വായിക്കാം. നമ്മുടെ വേക്കൻസികളൊക്കെ ടീം ലീഡർ എന്നും പറഞ്ഞൊരു പൊസിഷനുണ്ട്. പിന്നെ ഷട്ടറിങ് കാർപ്പൻറ്റർ, പ്ലാസ്റ്റർ മേസൻ, ടൈലു മേസൻ, സ്റ്റീൽ ഫിക്സർ, ജിപ്സം കാർപ്പൻറ്റർ, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, വെൽഡർ, പിന്നെ ഓപ്പറേറ്റർ ഹെവി എക്യുപ്മെൻറ്റ് വേക്കൻസികളെല്ലാം മനസ്സിലായി കാണുമല്ലോ. ടീം ലീഡറുണ്ട്, ഷട്ടറിങ് കാർപ്പൻറ്റർ, പ്ലംബർ, പ്ലാസ്റ്റർ മേസൻ, ടൈലു മേസൻ, സ്റ്റീൽ ഫിക്സർ, ജിപ്സം കാർപ്പൻറ്റർ, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഓപ്പറേറ്റർ ഹെവി എക്യുപ്മെൻറ്റ്. ഇതെല്ലാം ഇസ്രയേലിലേക്ക് പോകേണ്ടുന്ന വേക്കൻസിയുടെ കാറ്റഗറികളാണ് വായിച്ചത്. അപ്പം ഇതിനകത്ത് എനിക്ക് നേരത്തെ തന്നെ CV തന്ന പലരും ഉണ്ട്. അവരെയൊക്കെയും ഞാൻ CV കൊടുത്ത ഓഫീസിൽ നിന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ PCC സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. മീൻസ് PCC ഉള്ളവർ ഇല്ലാത്തവർ അപ്ലൈ ചെയ്യാനും വേണ്ടി നിങ്ങൾ എൻ്റെ പേര് പറഞ്ഞ് തന്നെ നിങ്ങളെ കോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളത് അറ്റൻഡ് ചെയ്യുക, അതിന് റിപ്ലൈ കൊടുക്കാനും ശ്രമിക്കുക. ഇനി പുതിയതായിട്ട് യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റയിലോ എൻ്റെ വാട്സപ്പിലോ ഉള്ളവർ ഇനിയും CV തരാൻ, ഈ കാറ്റഗറിയിൽ ഇസ്രയേലിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ CV തരാനുണ്ടെങ്കിൽ എനിക്ക് CV അയയ്ക്കുക. എനിക്ക് CV അയക്കേണ്ട എൻ്റെ വാട്സപ്പ് നമ്പർ 9605670725 9605670725. ഒള്ളി വാട്സപ്പ്, ലോക്കൽ കോള് കിട്ടില്ല. വാട്സപ്പിൽ എനിക്ക് CV അയയ്ക്കുക. ഇനി എങ്ങനെ CV അയക്കേണ്ടതെന്നും കൂടെ പറയാം. നമ്മൾ ഒരു ജോലി തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഷട്ടറിങ് കാർപ്പൻറ്റർ അപ്ലൈഡ് ഫോർ CVക്കകത്ത് മെൻഷൻ ചെയ്യേണ്ടത് അപ്ലൈഡ് ഫോർ ഷട്ടറിങ് കാർപ്പൻറ്റർ. ഇല്ല ഒരു മേസൺ ആണെങ്കിൽ അപ്ലൈഡ് ഫോർ മേസൺ, അല്ല ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈഡ് ഫോർ ഇലക്ട്രീഷ്യൻ. ഇങ്ങനെ തന്നെ നിങ്ങൾ CV ചെയ്യുക, നിങ്ങളുടെ എക്സ്പീരിയൻസും CVയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് CV, പാസ്പോർട്ടിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോ, നിങ്ങൾ ഇതിനകത്ത് പഠിച്ചിട്ടുള്ളൂ, ഇലക്ട്രീഷ്യനൊന്നും വെൽഡറും ഒക്കെ IT പഠിക്കാൻ പോയിട്ടുണ്ടോ ആ സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ നിങ്ങളുടെ 4-വീലർ ലൈസൻസ്. ഇത് ഇത്രയും കൂടെ അയച്ചാലേ ഒരു CV ആവും. അല്ലാതെ അയച്ചു കഴിഞ്ഞാൽ അവർ റിജക്റ്റ് ചെയ്യും. നിങ്ങൾ ഇത്രയും കൂടെ ഒന്നിച്ചയക്കുമ്പം എനിക്കും ജോലി എളുപ്പമാവും. മനസ്സിലായോ? അതുകൊണ്ട് CV അയക്കേണ്ടവർ ഞാൻ പറഞ്ഞ രീതിയിൽ അയച്ചു തരിക. ഇതെല്ലാം കൂടെ ഒറ്റ PDF ആക്കി അയക്കാൻ ശ്രമിക്കുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും അയച്ചു തരണ്ട, ആ CV അവർ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോട് കൂടി ഏത് ജോലിയാണോ നിങ്ങളുടെ സ്വന്തം ജോലി, ആ ജോലി തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇസ്രയേലിലേക്കാണ് ഈ മാസം അതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. ബയോഡാറ്റ കൊടുത്തവരെല്ലാം ഞാൻ ഏത് ഓഫീസിലേക്കാണോ ബയോഡാറ്റ കൊടുത്തത് ആ ഓഫീസിൽ നിങ്ങളെ മിനി എന്ന പേരിൽ തന്നെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇനിയും ബയോഡാറ്റ തരാനുള്ള ഫേസ്ബുക്കിലോ യൂട്യൂബിൽ ഇൻസ്റ്റയിൽ എൻ്റെ വാട്സപ്പിൽ ഉള്ള എല്ലാവരും മാക്സിമം ഇസ്രയേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വേഗത്തിൽ ബയോഡാറ്റ തരിക. ഈ മാസം ഇൻ്റർവ്യൂ ഉള്ളതാണ്, അതുകൊണ്ട് വേഗത്തിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും. ഈ ബയോഡാറ്റ തന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല. മാക്സിമം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർ മാത്രം ബയോഡാറ്റ അയച്ചു തരിക. ഓക്കെ, അതുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായ എൻ്റെ വാട്സപ്പ് നമ്പർ ഒന്നുകൂടെ പറയാം. 9605670725 എന്ന നമ്പറിലേക്ക് നിങ്ങൾ CV അയയ്ക്കുക. നിങ്ങളെ ഓഫീസുകൾ തന്നെ, ഞാൻ ഈ CV ഓഫീസുകളിൽ കൊടുക്കും, അവർ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും എല്ലാം അവർ തന്നെ പറയുന്നതായിരിക്കും. എന്തെങ്കിലും സംശയമുള്ളവർ മാത്രം എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, CVകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എല്ലാവർക്കും മനസ്സിലായി കാണുള്ളൂ. ഇസ്രയേൽ വേക്കൻസിയാണ്, വേഗത്തിൽ ബയോഡാറ്റ കൊടുക്കുക. ഈ മാസം ഇൻ്റർവ്യൂ ഉള്ള വേക്കൻസിലാണ്, അത്യാവശ്യം ആൾക്കാരെ അവരെടുക്കുന്നുണ്ട്. നല്ല നമ്പേഴ്സ് വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇപ്പം ഞാൻ വെൽഡറാണ്, അയ്യോ എനിക്ക് അവിടെ പോയി വെൽഡിങ് ചെയ്യാൻ വയ്യ, ഷട്ടറിങ് കാർപ്പനാണ്, വീടിൻ്റെ മണ്ടയ്ക്ക് എനിക്ക് കയറാൻ വയ്യ, ഇതൊക്കെ വെറുതെയാണ്. നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നവരോട് ശ്രമിച്ചാൽ മതി. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പോകുന്ന വെൽഡർമാർ JCBക്കാരനെ വിട്ടിട്ട് അവിടെ വെൽഡിങ്ങിൻ്റെ വർക്ക്ഷോപ്പിൽ നിൽക്കുക, കമ്പനി നിൽക്കുക. ഞാൻ വേണം വീഡിയോ ഇട്ട് തരാം. നിങ്ങൾ അതുകൊണ്ട് അയ്യോ എൻ്റെ ജോലി എനിക്ക് ഇഷ്ടമല്ല എന്നൊരിക്കലും പറയരുത്. നിങ്ങൾക്ക് അവിടെ ചെന്നെത്താൻ ഒരു അവസരമാണ്. അവിടെ ചെന്നെത്തുക, നിങ്ങളുടെ ജോലി എല്ലാവരും ഒരുപോലാണ് ജോലി ചെയ്യുന്നത്. അവിടെ ജോലി അറിയുന്നവരും അറിയാത്തവരും. നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ളൊരു ടിക്കറ്റ് എന്ന നിലയിലാണ് ഒരു വിസ കിട്ടുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ ചെന്നെത്താൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ജോലി ഒരു പുച്ഛമായി നിങ്ങൾ കാണരുത്. ഇനി എനിക്ക് ആ ജോലി ചെയ്ത് കഷ്ടപ്പെടാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. നല്ലൊരു സാലറിയാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അറിയാലോ, ഇച്ചിരി കഷ്ടപ്പെട്ടാലും കൈ നിറയെ സാലറി നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം ബയോഡാറ്റകൾ തരാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.